ഒരു കാലത്ത് വി.എസ്. അച്യുതാനന്ദനെതിരെ ആലപ്പുഴ ജില്ലയിൽ പിണറായിയുടെ നാവായി പ്രവർത്തിച്ച നേതാവാണ് ജി. സുധാകരൻ. എന്നാൽ പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്നും പുറത്തായതോടെ കാര്യങ്ങൾ മാറി. ഇപ്പോൾ പാർട്ടിക്ക് പ്രിയങ്കരനല്ല അദ്ദേഹം. എങ്കിലും തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ ജി. സുധാകരനെ അടുത്തു നിർത്താനാണ് CPM ശ്രമിക്കുന്നത്. വിവാദങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ജി. സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള CPM പരിപാടി ഇന്ന് കുട്ടനാട്ടിൽ നടക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് ജി. സുധാകരനെ പാർട്ടി പരിപാടിയിലേക്ക് ആലപ്പുഴയിലെ നേതൃത്വം ക്ഷണിക്കുന്നത്. പാർട്ടിയുടെ പോഷക സംഘടനയായ KSKDയുടെ മുഖമാസിക കർഷക തൊഴിലാളിയുടെ വി.എസ്. അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണമാണ് പരിപാടി. പാർട്ടി ജനറൽ സെക്രട്ടറി M.A. ബേബിയും സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും പരിപാടിയിൽ പങ്കെടുക്കും. നേതൃത്വവുമായി പരസ്യപ്പോരിലേക്ക് കടന്ന ജി. സുധാകരനെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം V.S. സുജാതയും ജില്ലാ സെക്രട്ടറി R. നാസറും നേരിട്ടെത്തിയായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജി. സുധാകരൻ അറിയിച്ചു. അതേസമയം പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് ജി. സുധാകരനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ വീട്ടിലെത്തിയ ശേഷവും സ്വന്തം നാട്ടിലെ പ്രധാന പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. പുന്നപ്രയിൽ 20 മുതൽ 23 വരെ നടക്കുന്ന 79ാമത് പുന്നപ്ര വയലാർ വാർഷിക പരിപാടികളിൽ നിന്നാണ് സുധാകരനെ ഒഴിവാക്കിയത്. കഴിഞ്ഞ തവണ പൊതുസമ്മേളനത്തിൽ പ്രസംഗകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇത്തവണ നോട്ടീസിൽ സുധാകരന്റെ പേരില്ല. കടുത്ത വാക്കുകളിലൂടെ അതൃപ്തി പ്രകടമാക്കിയ സുധാകരനെ അനുനയിപ്പിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R. നാസർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സത്യപാലൻ എന്നിവർ വ്യാഴാഴ്ച വീട്ടിലെത്തി ഇദ്ദേഹത്തെ കണ്ടിരുന്നു. പാർട്ടി പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ ശ്രമമുണ്ടാകുമെന്ന വിവരം പുറത്തുവന്നു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് ജി. സുധാകരനെ ഉൾപ്പെടുത്താതെ നോട്ടീസ് പുറത്തുവന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി M.A. ബേബിയാണ് 23-ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആലപ്പുഴയിൽ ജി. സുധാകരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈവിട്ടു പോകരുതെന്ന നിലപാടിൽ CPM സംസ്ഥാന നേതൃത്വം. രണ്ടു കൂട്ടരും തിരുത്താനുണ്ടെന്ന നിലപാടിലാണ് പല നേതാക്കളും. പാർട്ടി അവഗണിക്കുന്നുവെന്ന തോന്നൽ സുധാകരനുണ്ടാകാതെ ജില്ലാ നേതൃത്വം ശ്രദ്ധിക്കണം. പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്താതെ സുധാകരനും നോക്കണം. ആലപ്പുഴയിൽ പാർട്ടി ഐക്യം ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സമയത്തു തന്നെ ഇടപെട്ട് തീർക്കുന്നതിൽ പോരായ്മകളുണ്ടെന്ന വിമർശനം ജില്ലാ നേതൃത്വത്തിനെതിരെ മാത്രമുള്ളതല്ല, സംസ്ഥാന നേതൃത്വത്തിനും പങ്കുവഹിക്കാനുണ്ടെന്ന് നേതാക്കൾ സമ്മതിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാനെതിരെ ജി. സുധാകരൻ നടത്തിയ പ്രസ്താവനകൾ സംഘടനാ അച്ചടക്കത്തിന് ചേർന്നതല്ലെന്ന ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പ്രതികരണം നേതാക്കളുമായി കൂടിയാലോചിച്ച് നടത്തിയതാണ്. അതേസമയം തന്നെ അനുനയത്തിന് ശ്രമിച്ചില്ലെന്ന പ്രതീതി പാടില്ലെന്നും നേതൃത്വം തീരുമാനിച്ചിരുന്നു. രാജകൊട്ടാരത്തിലെ വിദൂഷകർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമുള്ളത്. മാന്യരായ ആളുകൾക്ക് CPM-ൽ സ്ഥാനമില്ല. കോൺഗ്രസ് വേദികളിൽ പോയതിന്റെ പേരിലുള്ള സൈബർ ആക്രമണത്തിൽ സജി ചെറിയാന്റെ അനുയായികളുണ്ടെന്ന രോഷമാണ് സുധാകരന്റെ രൂക്ഷ വിമർശനത്തിന് പ്രകോപനം. സജി അവരെ തിരുത്തിയില്ലെന്നും പാർട്ടി നടപടിയെടുത്തില്ലെന്നുമാണ് സുധാകരന്റെ പരാതി. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന 8-ാം നമ്പർ കാർ തന്നെ താൻ മന്ത്രിയായപ്പോൾ സജി തെരഞ്ഞെടുത്തത് യാദൃച്ഛികമല്ലെന്ന് കരുതുന്നവരുണ്ട്. സുധാകരനെ അങ്ങനെ ധരിപ്പിച്ചിട്ടുള്ളവരുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് സുധാകരൻ മുൻകൈയെടുത്ത് ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ ദിവസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ക്ഷണിക്കാതിരുന്നതാണ് ഒടുവിലുണ്ടായ പ്രകോപനം.